നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഷിനു സൂര്യനാരായണൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പ്, അതായത് ടൊമാറ്റോ സോസ് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളത് കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ്. അതിന് നമ്മൾക്ക് ആവശ്യമായത് തക്കാളി, ഒരു വലിയുള്ളി, ഒരു പട്ട, ഗ്രാമ്പൂ, വെളുത്തുള്ളി, വിനീഗർ, പഞ്ചസാര, ഉപ്പ്, മുളക് പൊടി. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ മുളക് പൊടിയാണ്, നമ്മൾ വേറെ പുറത്തൊന്നും വാങ്ങിച്ചതൊന്നുമില്ല. കുറച്ച് കളറൊക്കെ കുറവുണ്ടാവും. ഈ ടൊമാറ്റോ നമുക്ക് കഴുകി കട്ട് ചെയ്യാം, ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. തക്കാളി നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ ഈ മൂക്ക് കാണുന്നുണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ എടുത്ത് കളയണം കേട്ടോ. നമ്മൾ തക്കാളി എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 4 ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4 എടുക്കണം. വലിയ പൂണ്ടാണെന്ന് വെച്ചാൽ 2 എടുത്താൽ മതി. പിന്നെ ചെറുതായത് തന്നെ 4 എടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ ഒരു 3, ഇതിൽ ചെറുതായത് തന്നെ ഒരു 3 ഇടുന്നുണ്ട്. വലിയുള്ളി നമ്മൾക്ക് വട്ടത്തിൽ മുറിക്കുക, വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ നമ്മൾ വെച്ചിട്ട് ഒരു മൂടിയിട്ട് അടച്ചു വയ്ക്കുക. കറക്റ്റ് 20 മിനിറ്റോളം വേകണം. തന്നെ ഇതിൽ വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആവട്ടെ, എന്തായാലും ഇടയ്ക്കൊന്ന് നോക്കണം. 20 മിനിറ്റ്സ് ഏകദേശം ആവാറായി ഉണ്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇത് കുഴഞ്ഞ് വരുന്നുണ്ട്. ആറാൻ വയ്ക്കുക. ആറിയതിന് ശേഷം ഇതിലിട്ട് അരയ്ക്കുക. നമുക്ക് മിക്സിയിൽ പോയിട്ട് അടിച്ചിട്ട് വരാം. നമ്മൾ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് കുരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അതിനാണ് നമ്മൾ ഇതിനെ അരിച്ചെടുക്കുന്നത്. നമ്മൾ ഇനി ഇതിലേക്ക് നമ്മളിതിൽ 1/4 കപ്പ് വിനീഗർ ഒഴിക്കുക. വിനീഗർ ഒഴിച്ചാൽ നമ്മൾ ഈ കടയിലൊക്കെ വാങ്ങിക്കുന്ന അതേപോലത്തെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഇടുന്നത് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിന് ഇഷ്ടാനുസരണം നമുക്ക് പഞ്ചസാര ഇടാം. 4 ടേബിൾ സ്പൂണോ 5 ടേബിൾ സ്പൂൺ ഇടാം. ഇനി അതിനുശേഷം നമ്മൾ മധുരം നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്. നമ്മുടെ ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിന്. അത് നമ്മൾ വീട്ടിലരച്ച മുളക് പൊടി കാരണമാണ് കളറ്, പക്ഷെ കളറ് കുറവായിരിക്കും. എന്നാലും നമ്മളെന്തിനാ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം നന്നായി പോകണം. കുറച്ച് നേരം കഴിയും. അത് സോസ് ഏകദേശം റെഡിയായി. ഇത് റെഡിയായോ എന്ന് അറിയാൻ ഒരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ചരിച്ചാൽ ഒഴുകി വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഒഴുകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ട് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് നോക്കുക. അതിൽ കൂടെ ഇടയിലും കൂടെ വെള്ളം സ്പ്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് പാകമാണെന്നാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ നമ്മുടെ കെച്ചപ്പ് എല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിത് എല്ലാം ചൂടെല്ലാം ആറിയ ശേഷം നല്ലൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾക്ക് ഒരു 3 വീക്സ് വരെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുക, കമൻറ്റ്സ് അയയ്ക്കുക. ഈ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയൊരു ഐറ്റവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഞാൻ നിങ്ങളുടെ ഷിനു സൂര്യനാരായണൻ സൈനിങ്.